ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ. എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലേക്കുള്ളൊരു യാത്ര. രാവിലെ 6 മണിക്കാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. ഇപ്പോ ഏതാണ്ട് സമയം 11 മണിയായിട്ടുണ്ട്. ഈ ഒരു സമയമായപ്പോഴേക്കും ഞങ്ങൾ ഇടുക്കി ഡിസ്ട്രിക്റ്റ് കയറിയിട്ടുണ്ട് കേട്ടോ. ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴിയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഈ യാത്രയിൽ അതിമനോഹരമായ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അവിടെ ഇവിടെയായി വണ്ടി നിർത്തി ഞങ്ങൾ ഈ ഒരു കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്താണ് പോകുന്നത്. നിറയെ ഏലത്തോട്ടങ്ങളുള്ള തേക്കടിയിലേക്കാണ് നമ്മളുടെ യാത്ര. എത്ര മനോഹരമായ കാഴ്ചകളാണല്ലേ നമുക്ക് ഇടുക്കി സമ്മാനിക്കുന്നത്. ചുറ്റും ഏലത്തോട്ടങ്ങളുള്ള 10 ഏക്കർ സ്ഥലത്തിൽ ഒത്ത നടുവിലായി 6 വില്ലകളുള്ള ഒരു വലിയ റിസോർട്ട്. നല്ലൊരു സ്റ്റേക്കേഷൻ വൈബ് തരുന്ന നല്ലൊരു റിസോർട്ടാണിത്. ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ ഒരു വൈബ് ആസ്വദിക്കാനും മനസ്സിലാക്കാനും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. പോകുന്ന വഴിയിലെല്ലാം അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിസോർട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് ആനവിലാസം എന്ന സ്ഥലത്താണ്. വലിയ റിസോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഒരുപാട് വില്ലകളുള്ള ഒരു വലിയ റിസോർട്ടാണെന്ന്. 10 ഏക്കർ സ്ഥലത്ത് വെറും 6 വില്ലകളാണ് ഇവിടെയുള്ളത്. 6 ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് റഷില്ല, തിക്കും തിരക്കില്ല. നന്നായി നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കും. ഒരു കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന എല്ലാ ഫാമിലിക്കും ഇങ്ങോട്ടേക്ക് വരാം. അങ്ങനെ നമ്മൾ റീൻ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ റീൻ റിസോർട്ട് ഒരു 4 സ്റ്റാർ റിസോർട്ടാണ് കേട്ടോ. ഈ റിസോർട്ടിന് മുമ്പുണ്ടായിരുന്ന പേര് ആനവിലാസം ലക്ഷറി പ്ലാന്റേഷൻ റിസോർട്ട് എന്നായിരുന്നു. ഇത് നമ്മുടെ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റായ കോട്ടയം പുഷ്പനാഥിന്റെ മകനായ സലീം പുഷ്പനാഥിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു. ഇപ്പോഴിത് ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായ യൂസുഫ് അലി സാറിന്റെ ബ്രദറിന്റെ പ്രോപ്പർട്ടിയാണ്. ഈ കാണുന്നത് റീൻ റിസോർട്ടിന്റെ റിസപ്ഷൻ ആണ്. അതിമനോഹരമായ ഈ ഒരു നീണ്ട ഓവർ ബ്രിഡ്ജ് കയറി വേണം നമ്മളുടെ വില്ലയിലേക്ക് എത്താൻ. ഈ ഒരു ബ്രിഡ്ജിലൂടെയുള്ള കാഴ്ചകളും നടത്തവും അടിപൊളി ഒരു വൈബാണ് കേട്ടോ. പ്രത്യേകിച്ച് മോർണിംഗ് ടൈമിൽ. ഞാനിവിടെ വരുന്ന സമയത്ത് രാവിലെയുള്ള ഒരു വൈബ് മോളെ വെച്ചിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി നോക്കണേ. നല്ല അടിപൊളി വൈബാണ് കേട്ടോ. രണ്ട് ഡീലക്സ് സ്യൂട്ട്, 2 പ്രീമിയം സ്യൂട്ട്, 2 പൂൾ വില്ലാസ് എന്നിവയാണ് ഇവിടെയുള്ളത്. ഞങ്ങൾ ചൂസ് ചെയ്തത് ഡീലക്സ് സ്യൂട്ട് ആയിരുന്നു. ഈ ഒരൊറ്റ ബിൽഡിങ്ങിൽ മുകളിലും താഴെയുമായാണ് 2 ഡീലക്സ് സ്യൂട്ട് വരുന്നത്. ഈ ഒരു വില്ലയ്ക്ക് ചുറ്റിനും ഏലത്തോട്ടങ്ങളാണ്.
ഒരു വലിയ ലിവിംഗ് റൂമും അതിന്റെ ഒരു സൈഡിലായി ചെറിയൊരു ബെഡ് സ്പേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡീലക്സ് റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡീലക്സ് റൂമാണിത്. ഇതിന്റെ സൈഡിലായി ഒരു പാനിട്രി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനടുത്ത് തന്നെയാണ് ബാത്റൂമും മറ്റും വരുന്നത്. ഈ ഒരു റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബാത്റൂം ഫെസിലിറ്റിയാണ്. റെയിൻ ഷവറിനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് പറയാം. അതുപോലെ ഈ വിശാലമായുള്ള ഒരു ബാൽക്കണി എന്ന് പറയുന്നതും ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ തന്നെയാണ്. ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാൻ അതിമനോഹരമായ ഒരു വൈബ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയ ശേഷം ലഞ്ച് കഴിക്കാനായി റെസ്റ്റോറന്റിലേക്ക് നടന്നു. എല്ലാവർക്കും നല്ല പൊരിഞ്ഞ വിശപ്പുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആകെ കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികളും ഭയങ്കര ടയേർഡാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പൂൾ ഫെസിലിറ്റി. ഈ പൂളിന് തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ് വരുന്നത്. ഇവരിവിടെ റൂം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റെസ്റ്റോറന്റിൽ തന്നെ വന്ന് കഴിക്കണം. നേരത്തെ ഓർഡർ കൊടുത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ട ലഞ്ച് ഇവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ റെസ്റ്റോറന്റ് സൈഡിലായിട്ട് ഇതുപോലൊരു ചെറിയ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടവർക്ക് ഈ ഒരു ഏലത്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ സാധിക്കും. ഫിഷ് കറി മീൽസ് ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതിനടുത്ത് തന്നെ നിറയെ മീനുകളുള്ള ഒരു വലിയ കുളമുണ്ട്. മക്കളെല്ലാവരും ഫിഷിന് ഫീഡ് ചെയ്യുന്ന തിരക്കിലാണ്. ഈ ഒരു കുളത്തിനരികിലായി ഒരു ചെറിയ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ടേബിളും കുറച്ച് ചെയേഴ്സും ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് കാപ്പി കുടിച്ച് ഈ ഒരു വൈബ് ആസ്വദിക്കാനാണെന്ന് തോന്നുന്നു. ഈ കാണുന്നതെല്ലാം ഏലത്തോട്ടമാണ്.
ഏലക്ക പൂത്തുകിടക്കുന്നത് കണ്ടോ? 40 ദിവസം കൂടുമ്പോഴാണ് ഇത് വിളവെടുക്കുന്നത്. ഈ ഏലത്തോട്ടത്തിനിടയിൽ തേനീച്ച വളർത്തലുമുണ്ട്. തേൻ 2 മാസം കൂടുമ്പോഴാണ് ഇതിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു ഫാം ഹൗസ് ഉണ്ട്. കുറച്ച് കോഴിയും മുയലും പശുക്കളും ഇവിടെയുണ്ട്. ഈ റിസോർട്ടിനെ കുറിച്ചും ഏലത്തോട്ടത്തെ കുറിച്ചും തേനീച്ച വളർത്തലിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ കൂടെ വന്ന ഗൈഡ് നമ്മളോട് ഷെയർ ചെയ്തു. അധികം തിക്കും തിരക്കുമില്ലാത്ത ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേക്കേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു റിസോർട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് കുമളിയിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.